പാഠം 835 ചിട്ടകൾക്കും വട്ടിനുമിടയിൽ. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. അതെ, ഇന്നലെ ഞാൻ ലീവായിരുന്നു. എന്റെ അമ്മാവൻ വന്നിട്ടുണ്ട്. ആള് വലിയൊരു കക്ഷിയാ. ഒരു ബ്രിട്ടീഷ് കമ്പനിയില് 10-30 വർഷം ജോലി ചെയ്ത ആളാ. നാട്ടിൽ വന്നിട്ട് 1 വർഷമായെങ്കിലും എന്റെ അടുത്ത് വരുന്നത് ആദ്യമായിട്ടാ. ഇല്ല, ഇന്ന് ലീവല്ല. ഞാൻ കൃത്യസമയത്ത് ഓഫീസിലെത്തും. അതെയോ? അതിനെന്ത് സാർ. പ്രകാശൻ എപ്പോഴാ കോയമ്പത്തൂർ പോകേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞാൽ മതി. അത് ഞാൻ ഏറ്റു. അത് കൊള്ളാം. സാറ് കാര്യം പറയാൻ ഞാൻ ചെയ്യാതിരിക്കും. ശരി. വിശന്നിട്ട് ഒന്ന് തിളക്ക്. ഈശ്വര വരുന്നുണ്ട്. ഇതൊന്ന് കണ്ട പ്രശ്ന. എന്താ ഇവിടെ? നീ എന്താ രാവിലെ അടുക്കളയില്? ഒന്നുമില്ല അമ്മാവ, ഞാന് ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടി വന്നതാ. ഇന്നലെ അടുക്കള തൂത്തുവാരില്ലല്ലോ. രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യേണ്ടത് വ്യായാമമാണ്. ഞാൻ നടക്കാൻ പോവുകയാ. നീ വരുന്നുണ്ടോ? അയ്യോ, ഇപ്പൊ ഇല്ല. എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. മോഹനകൃഷ്ണൻ ഇവിടെ. അവനെയും കൂട്ടി വേണം നടക്കാൻ പോവാൻ. ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണുകയും ചെയ്യാമല്ലോ. മോഹനയുടെ പത്രം വായിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. ആദ്യം വ്യായാമം, അത് കഴിഞ്ഞ് പത്രം വായന. അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളൊക്കെ ഒരച്ചടക്കവും ഇല്ലാതെ ജീവിച്ച് ശീലിച്ചു പോയി. സത്യത്തിൽ ബ്രിട്ടീഷുകാരെ കണ്ടാണ് നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. മോഹനയുടെ അപ്പുറത്തുണ്ട്. ഇന്നലത്തെ ദിവസം മുഴുവൻ പാവം എന്റെ മോഹനയുടെ പട്ടിണി കിടന്നാണ്. ഇനി ഇന്ന് രാവിലെ നടക്കാൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. മോഹനകൃഷ്ണ, ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരുന്നാ മതിയോ? രാവിലെ നടക്കാൻ പോകണ്ടേ? അല്ല, ഞാന് ഒന്നും പറയണ്ട. വേഗം റെഡിയാവ്. ഇപ്പൊ മണി 7. കൃത്യം 1 മണിക്കൂർ നടക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരണം. അതല്ല അമ്മാവ, ഞാന് ഇന്നലെ മുതല് അമ്മാവൻ പറഞ്ഞ പോലെ ഭക്ഷണമല്ലോ കഴിക്കുന്നത്. അങ്ങനെയാണെ പിന്നെ വീടൊരു നടത്തേണ്ട ആവശ്യമുണ്ടോ? ഭക്ഷണവും നടപ്പും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമ്മൾ എത്ര കുറച്ച് ഭക്ഷണം കഴിച്ചാലും രാവിലെയുള്ള നടപ്പ് ഒഴിവാക്കരുത്. കാരണം രാവിലെ 1 മണിക്കൂർ നടപ്പ് കൊണ്ട് നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാം. നീ എന്നെ നോക്ക്. ഈ പ്രായത്തിലും എത്ര ചുറുചുറുക്കോടെയാ ഞാൻ ഓരോന്ന് നോക്കുന്നത്. അമ്മാവ, മോഹനേട്ടൻ ഇന്നും നടക്കാൻ പോവായിരുന്നു. പിന്നെ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ടാ അത് വേണ്ടെന്ന് വെച്ചത്. നടക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അല്ല, ബുദ്ധിമുട്ട് നടക്കുന്നതിലല്ല. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ അല്ലേ. ആളുകൾക്ക് മോഹനേട്ടനെ കാണാനും സംസാരിക്കാനും എല്ലാം ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ ആഫീസ് സമയത്ത് ആവശ്യമില്ലാതെ ഒരാളെ പോലും മോഹനേട്ടൻ കാണാറില്ല. അതുകൊണ്ട് ഈ നടക്കാൻ പോകുമ്പോ ആളുകളെല്ലാം മോഹനേട്ടനെ വളയും. അല്ല, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളല്ലേ അമ്മാവ. ശുപാർശയായിട്ട് ചിലത് ചെല്ലും, കൈക്കൂലിയായിട്ട് ചിലത്, കാല് പിടിക്കാൻ വേറെ ചിലത്. സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കാൻ നോക്കുന്ന അവനെയൊക്കെ അപ്പൊ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം മോഹനകൃഷ്ണ. അതെ അമ്മാവ, അത് തന്നെയാ വേണ്ടത്. പക്ഷേ ഒക്കെ നമ്മുടെ നാട്ടുകാരല്ലേ അമ്മാവ. അത് മാത്രമല്ല, ഈ പെരുവഴി വെച്ച് കാണാൻ വരുന്നവരെ എങ്ങനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ? അതോടെ ഈ നാട്ടുകാരെല്ലാം ശത്രുക്കളാവില്ലേ? അതൊരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായപ്പോ മോഹനേട്ടൻ ഈ രാവിലെ നടപ്പങ്ങ് നിർത്തി. രാവിലെ നടക്കാൻ പോയില്ലെങ്കിൽ എന്താ, മോഹനേട്ടൻ ഇവിടെ ഭയങ്കര വ്യായാമല്ലേ.
രാവിലെ 1 മണിക്കൂർ മോഹനേട്ടൻ ഇവിടെ വ്യായാമം ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നടക്കാൻ പോയിട്ട് വന്നിട്ട് നിന്നെ പുതിയ കുറച്ച് വ്യായാമങ്ങൾ പഠിപ്പിക്കാം. അപ്പൊ ശരി. ഇന്നലത്തെ ദിവസം ആകെ കഴിച്ചത് 3 പഴം, 2 കഷ്ണം വെള്ളരിക്ക, 1 കോവയ്ക്ക, 1 ഓറഞ്ച്. അതും കഴിച്ച് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാതിരിക്കുമ്പോ നടക്കാൻ പോകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ നല്ല ചേരായിരിക്കും. എന്തായാലും നീ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ കൂടി നടക്കാൻ പോയിട്ട് വന്നാണ്. അങ്ങനെയെങ്കിലും സാർ എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ, സന്തോഷം. എന്റെ തലയെ ബുദ്ധി ഉദിച്ചുകൊണ്ട് മോഹനേട്ടൻ ഒരു പ്രയോജനം ഉണ്ടായെന്നുള്ള കാര്യം മറക്കാതിരുതാ മതി. അതിപ്പോ നിന്റെ തല ഈ മാതിരി ബുദ്ധിയാണല്ലോ ഉദിക്കുന്നത്. നീ ഒരു വയ്ക്കോലല്ലേ. നോണ കണ്ടുപിടിക്കാനും പറയാനും നിങ്ങൾക്ക് ഒരു നിമിഷം മതിയല്ലോ. കണ്ടോ 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 കണ്ടോ, എനിക്കിത് വേണം. ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ബുദ്ധി പ്രയോഗിച്ച് ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചപ്പോ പിന്നെ കുറ്റം മുഴുവൻ എനിക്കേ. വളരെ നന്നാവും പോണില്ല. ചായ വേണോ? അമ്മാവൻ 2 പ്രാവശ്യം അടുക്കളയിൽ വന്ന് നോക്കി ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കാന്ന്. ഞാൻ ആരാ മോള്? അമ്മാവൻ അറിയാതെ ചായ ഉണ്ടാക്കി വെച്ചില്ലേ. കമോൺ. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മാവൻ കേറി വന്നത്. ചായ കണ്ടിട്ടുണ്ടെങ്കിൽ യുദ്ധം നടത്തുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഞാനിതെടുത്ത് ഒളിച്ചു വെച്ചു. ആ, രാവിലെ പാലുമായി വന്ന ചന്ദ്രൻകുട്ടിയെ അമ്മാവൻ ഓടിച്ചു വിട്ടു. പാല് ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന വെളുത്ത വിഷമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ന്. തൽക്കാലം ഇതെങ്കിലും ആവട്ടെ, മനുഷ്യന്റെ തല ഇറങ്ങാതിരിക്കണമല്ലോ. ആ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു ചായ, പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചായ, ആഫീസിൽ പോകാൻ നേരം ഒരു ചായ എന്നീ കണക്കിന് സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ മോഹനേട്ടനാണ് ഇപ്പൊ ജീവൻ നിലനിർത്താനായിട്ട് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. കലികാലം എന്നല്ലാതെ എന്താ പറയുക. എന്നെ മര്യാദ പഠിപ്പിക്കാനും ചിട്ട പഠിപ്പിക്കാനുമായി ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ലേ അനുഭവിച്ചു. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുള്ളൂ മോനേട്ടാ, അമ്മാവന് വട്ടാണെന്നുള്ള കാര്യം. എന്റെ മോഹനേട്ടാ, മനുഷ്യ ജീവിതത്തിൽ ചിട്ടകൾ വേണ്ടെന്നൊന്നും ആരും പറയില്ല. പക്ഷെ ചിട്ടകൾക്കൊക്കെ ഒരു പരിധിയില്ലേ. ഇനിയിപ്പൊ പരിധിയില്ലാത്ത ചിട്ടകൾ കൊണ്ടു നടക്കണമെങ്കിൽ അത് ആയിക്കോട്ടെ. പക്ഷെ മറ്റുള്ളവരും അങ്ങനെ പെരുമാറണമെന്ന് പറയുന്ന ഒരു മര്യാദയാണോ? മോഹനേട്ടന്റെ അമ്മാവനായിപ്പോയി. ഇല്ലെങ്കിലേ മുഖത്തോക്കി 4 പറഞ്ഞേനെ ഞാൻ. നീ അമ്മാവനെ അങ്ങനെ കുറ്റം പറയുന്നത് വേണ്ട. നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ള നേരാ. പക്ഷേ അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അയ്യേടാ, രാവിലെ എഴുന്നേറ്റപ്പോ മുഖത്തേ ജീവനുണ്ടെന്ന് പോലെ തോന്നിയില്ലല്ലോ. ഇപ്പൊ ആ ചായ 2 കവള് കുടിച്ചതോടെ പ്രാണൻ ഇങ്ങ് തിരിച്ചു പോന്നു. ഉടനെ തന്നെ അമ്മാവന്റെ പക്ഷം കൂടുകയും ചെയ്തു. ഇതാണ് എന്റെ മോഹനേട്ടന്റെ തനി സ്വഭാവം. അങ്ങനല്ല ഭാമ, ഈ നാട്ടുകാർക്കെല്ലാം എന്നെ ഭയങ്കര ബഹുമാനമാണെന്ന് എനിക്കറിയാമല്ലോ. ആണെങ്കിൽ ആ ബഹുമാനമൊക്കെ എങ്ങനെയാ ഉണ്ടായത്? എങ്ങനെയാണ്? ഞാൻ സത്യസന്ധനായതുകൊണ്ടും ജീവിതത്തിൽ കൃത്യനിഷ്ഠ കാണിക്കുന്നത് കൊണ്ടും തൊഴിലിൽ ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടൊക്കെയാണ്. ആ നല്ല ശീലങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് അമ്മാവന്റെ അടുത്ത് നിന്നാണ്. അപ്പോ അമ്മാവനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല മോഹനേട്ടാ. പക്ഷെ ഉള്ളത് പറയാലോ, അമ്മാവന്റെ ഈ കൃത്യനിഷ്ഠ ബാക്കി ശീലങ്ങളൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാ. എന്റെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിലേ ഉറപ്പായിട്ടും അമ്മാവന് വട്ടാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞാനെ. നിന്റെ നാട്ടുകാർ അതും പറയാൻ അപ്പുറം പറയും. കാരണം ലോക വിവരവും ബുദ്ധിയുള്ള ആളുകളെ നിന്റെ നാട്ടുകാർ കണ്ടിട്ടില്ല. നിന്റെ നാട്ടിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആൾ നീ ആണല്ലോ. കണ്ടോ കണ്ടോ കണ്ടോ,
അമ്മാവനെ പറഞ്ഞപ്പോ മരുമോന് കൊണ്ടു. ഇന്നലെ ഒരു ദിവസം മുഴുവനും ഒന്നും കഴിക്കാൻ പറ്റാതെ വെറുക് നടക്കുന്ന പോലെ തെക്ക് മടക്ക് നടന്നോണ്ടിരിക്കലായിരുന്നു. അപ്പോഴൊന്നും സാറിന് ഈ ശൗര്യമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇതാണ് പറയുന്നത്, നായയുടെ വാല് കുഴലിലിട്ട് 12 കൊല്ലം കഴിഞ്ഞാലും അത് വളഞ്ഞു തന്നെയേ ഇരിക്കുള്ളൂ. ഈ പഴഞ്ചൊല്ലിന് പണ്ടേ ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാ. പട്ടിയുടെ വാൽ നിവർത്തുന്നത് കൊണ്ട് ഒരാവശ്യവും ഒരാൾക്കും ഇല്ലാത്തത് കൊണ്ട് ആ വാലെടുത്ത് വെറുതെ കുഴലിനകത്തിരുന്നാ തെറ്റ്. പട്ടിയുടെ വാൽ വളഞ്ഞിരിക്കുന്നതിനാണ് വൃത്തിയും ഭംഗിയും. ചുരുക്കി പറഞ്ഞ മോഹനേട്ടന് ഒരു നല്ല കാര്യം പറഞ്ഞു തരാൻ പറ്റില്ല. മോഹനേട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയേ ഇരിക്കുള്ളൂ. സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. അതിനാവശ്യമില്ലല്ലോ. കുറച്ചു കഴിയുമ്പോഴേ വിശക്കും. അപ്പോഴും സാർ ഇത് തന്നെ പറഞ്ഞോണ്ട് വരണം. ഇന്ന് വേറൊരു ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. 9:38 ആകുമ്പോഴേക്ക് ആഫീസിൽ പോകാൻ അങ്ങ് ഇറങ്ങാലോ. പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്നും വയറ് നിറച്ച് കഴിക്കാം. ഉച്ചയ്ക്ക് വിജയന്റെ ഹോട്ടലിൽ നിന്ന് ഊണ്. വൈകിട്ട് ആഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വീണ്ടും കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും. അപ്പൊ പിന്നെ നാളെ രാവിലെ വരെ പിടിച്ചിരിക്കാൻ ഒരു പ്രയാസം വരില്ലല്ലോ. അതല്ലേ സാറിന് മനസ്സിലിരിപ്പ്. പക്ഷെ മോനേട്ടാ, ആടവ് നടക്കും തോന്നില്ല. ഇന്ന് രാവിലെ മോഹനേട്ടന്റെ കൂടെ ആഫീസിലേക്ക് വരുന്നു എന്നാണ് അമ്മാവൻ എന്നോട് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കയറുക? വില്ലേജ് ആഫീസിലെ വൈകുന്നേരം വരെ അമ്മാവൻ ഇരിക്കും. അപ്പൊ എങ്ങനെയാ വിജയന്റെ ഹോട്ടലിൽ നിന്ന് ഊണ് വാങ്ങുക? തിരിച്ചു വരുമ്പോഴും മോഹനേട്ടന്റെ കൂടെ അമ്മാവൻ ഉണ്ടാവും. ഇന്നലത്തെ പോലെ 2 പഴം, 2 കോവയ്ക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, അങ്ങനെ തന്നെ ഇന്നും. ഇനി പറ, അമ്മാവൻ ഭയങ്കര സംഭവമാണോ? വക്കീലേ, ഉത്തമന. ആ, അമ്മാവനെ പരിചയപ്പെടാൻ വന്നതായിരിക്കും. നോക്കട്ടെ. ഈശ്വര, അമ്മാവ എന്റെ പുക കണ്ടേ അടങ്ങും. ആ നമസ്കാരം വക്കീലേ. നമസ്കാരം. ഒരു ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായില്ലേ? സംഭവങ്ങൾ എന്നൊന്നും പറഞ്ഞാ പോരാ ഉത്തമ, മഹാസംഭവങ്ങൾ എന്ന് തന്നെ പറയണം. ഇതുപോലൊരു സംഭവം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അമ്മാവനോടെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. രാവിലെ നടക്കാൻ പോയിരിക്കുക. 30 കൊല്ലം ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്തതിന്റെ ചിട്ടകളൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? രാവിലെ 1 മണിക്കൂർ നടക്കുമെന്നാണ് പറഞ്ഞത്. പോകുന്ന പോക്കിൽ മോഹനേട്ടനെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കി. പക്ഷേ ഇന്നലെ കോവയ്ക്കായും വെള്ളരിക്കായും മാത്രം കഴിച്ച് വില്ലേജ് ഓഫീസർക്ക് അതിനുള്ള ആരോഗ്യമില്ലല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. അമ്മാവൻ വന്നതെന്ന് അറിഞ്ഞൊന്ന് പരിചയപ്പെടാൻ കൂടി വന്നതാണ്. സാറിന് ഒറ്റ ദിവസം കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും ഉത്തമ? 3 നേരവും ഞാൻ വെച്ചുണ്ടാക്കുന്ന വയറ് നിറച്ചും കഴിച്ച് ശീലിച്ചു പോയതല്ലേ സാറ്? ഇന്നലെ ഒരൊറ്റ ദിവസത്തെ പട്ടിണിയോടെ എന്റെ മോഹനേട്ടനാകെ കോലം തിരിഞ്ഞുപോയി. നീ ഒരു വർത്താനൊന്നും പറയണ്ട. അമ്മാവൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാരണവും കാണും. ഭക്ഷണം കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. ഭക്ഷണം കുറയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മോഹനേട്ടാ. പക്ഷെ ഇത് ഭക്ഷണം വേണമെന്ന് വെക്കുന്ന പരിപാടിയല്ലേ? അയ്യോ ഉത്തമ, ഞാൻ ആലോചിക്കായിരുന്നു, ഈ ബാഹുലേൻ അമ്മാവൻ കല്യാണം കഴിക്കാതിരുന്ന് വളരെ നന്നായില്ലേന്ന്. കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭാര്യയുടെ അടുത്ത് വെണ്ടയ്ക്കായും കോവയ്ക്കായും മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവര് കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ചങ്ങലക്കിടില്ലായിരുന്നോ? അമ്മാവനെ പറ്റിയാണ് നീ പറയുന്നത്. അതിനെന്താണ് മോനട്ടാ? പ്രാന്ത് ആർക്കായാലും പ്രാന്ത് തന്നെയല്ലേ. എന്തെങ്കിലും വായ്ക്ക് രുചിയായിട്ട് കഴിക്കാനാണ് മനുഷ്യൻ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും. പക്ഷെ ഒരു വസ്തുവും കഴിക്കാതെ വായു ഭക്ഷിച്ച് ജീവിക്കണോന്ന് പറയുന്ന വട്ടല്ലാത്ത പിന്നെ വേറെന്താണ്? എന്റെ അച്ഛനെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്റെ അച്ഛൻ കാരണം മോഹനേട്ടൻ ഇന്ന് വരെ ഒരു നേരമെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കൊട്ടി ആഘോഷം കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരൻ അമ്മാവനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. സാറേ സാറേ സാറേ, ഈ അമ്മാവൻ എത്ര ദിവസം ഇവിടെ കാണും? ഒരാഴ്ച. പക്ഷെ ആ ഒരാഴ്ച തേക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിനു മുന്നേ ഒന്നെങ്കിൽ അമ്മാവന് വട്ടാണ് എന്ന് പറഞ്ഞ് മോഹനേട്ടൻ അമ്മാവൻ ഇവിടുന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന പ്രാന്തായി എന്റെ മോഹനേട്ടൻ ആശുപത്രിയിലാവും. നീ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ ഒരാഴ്ച ഇവിടെ തന്നെ കാണും. എന്റെ അമ്മാവനായതുകൊണ്ട് കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും നീ കളയില്ല എന്ന് എനിക്കറിയാം. ഇതൊന്നും കെ മോഹനേശ്വരൻ പ്രശ്നമേ അല്ല. സാറേ, അപ്പൊ അമ്മാവനെ പരിചയപ്പെടാൻ ഞാൻ പിന്നീട് വരാം. രാവിലെ വേറെ ഒരുപാട് തിരക്കുണ്ട്. വക്കീല് പറഞ്ഞ സാധനം എന്താ? ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ അമ്മാവൻ സമ്മതിക്കില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ ഉത്തമനെ വിളിച്ചു പറഞ്ഞ് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് വാങ്ങി ഇഡ്ഡലിയാണ് ഇത്. നടക്കാൻ പോട്ടെ അമ്മാവൻ തിരിച്ചു വരുന്നതിന് മുന്നേ ഇതെനിക്ക് കഴിക്കണം. മോഹനേട്ടന്റെ അമ്മാവന് പ്രാന്തായതുകൊണ്ട് ഞാൻ പട്ടിണി നടക്കേണ്ട കാര്യമില്ലല്ലോ. ശരി ശരി ശരി. ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ ഉത്തമൻ ഭാമ പറയുന്നത് കേട്ട് ഇഡ്ഡലിയും വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. പുഷ്കരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉത്തമൻ വില്ലേജ് വരുമല്ലോ. ശരിയാക്കി തരാം ഞാൻ. സാറേ ഇന്നലെ ഒന്നും കഴിച്ചില്ല ഉത്തമ, ഇന്നും കൂടെ പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന് വക്കീൽ വിളിച്ച് പറഞ്ഞപ്പോ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ഇഡ്ഡലിയാണത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ സാറ് പ്രതികാരം ചെയ്യാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കട്ടെ. ഞാൻ പിന്നെ സാറേ, രണ്ടുപേർക്ക് കഴിക്കാനുള്ള അതിനകത്തുണ്ട്. വാശി വയറിനോട് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മാവൈ മോർണിംഗ് വാക്ക് കഴിഞ്ഞതിന് മുമ്പ് വല്ല കഴിച്ചാൽ ബുദ്ധിയാണ്. അമ്മേ, ഉത്തമൻ നമുക്ക് പരിചയമുള്ള ആളായിരിക്കും. എപ്പോഴും ഇവിടെ വരാറുമുണ്ട്. നമുക്ക് പല സഹായങ്ങളും ചെയ്തു തരാറുണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പുറത്തു നിന്ന് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് എന്റെ അമ്മാവനെ അപമാനിച്ചത് ശരിയായില്ല. ഞാൻ അപമാനിച്ചില്ലല്ലോ. അമ്മാവനോട്ടാണ് നീ പറഞ്ഞില്ലേ? അതൊരു സത്യല്ലേ എന്റെ മോനേട്ടാ? മോനേട്ടാ, ഈ വട്ട് എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? മഹാഭൂരിപക്ഷം പേരും പെരുമാറുന്നതിന് ഘടകവിരുദ്ധമായി ഒരാൾ പെരുമാറുമ്പോഴാണ് അയാൾക്ക് പ്രാന്താണ് എന്ന് നമ്മൾ പറയുന്നത്. 2016 ആണ്ടിൽ വേവിക്കാത്ത കോവയ്ക്കായും വെണ്ടയ്ക്കായും വെള്ളരിക്കായും മാത്രം കഴിക്കണമെന്ന് പറയുന്നതേ പ്രാന്തല്ലാതെ പിന്നെ വേറെ എന്താണ്? അമ്മാവൻ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ ഉത്തമനോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ അമ്മാവൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം മഹത്തായ കാര്യങ്ങളാണെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉത്തമ കരുതും പ്രാന്ത് എനിക്കാണെന്ന്. എന്തായാലും നീ അങ്ങനെ പറഞ്ഞ ശരിയായില്ല. ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ. നല്ല ഒന്നാന്തര ഇഡ്ഡലിയാണ്. അമ്മാവ് വരുന്നതിന് മുന്നേ വേഗം കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട. വെറുതെ വാശി പിടിക്കാതിരിക്കല്ലേ. അരമണിക്കൂറിനുള്ളിൽ അമ്മാവൻ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സാധനം പോലും കഴിക്കാൻ പറ്റില്ല. മോഹനയുടെ ആഫീസ് പോകാൻ ഇറങ്ങുമ്പോഴേ അമ്മാവൻ കൂടെ അങ്ങ് പോരും. ചുരുക്കത്തിൽ 2 പഴവും കുറച്ച് പച്ചക്കറിയും കഴിച്ച് ഇന്നത്തെ ദിവസവും കഴിയേണ്ടി വരും. അതിലും നല്ലത് മര്യാദക്ക് ഇതങ്ങ് കഴിക്കുന്നതല്ലേ. എന്തായാലും മോഹനയുടെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ കയറി കഴിക്കാനിരുന്നല്ലേ. ഇത് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഇഡ്ഡലി തന്നെയല്ലേ, കഴിച്ചോ? ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞ പിന്നെ അതിന്റെ പേര് നിനക്ക് എന്നെ കളിയാക്കാനല്ലേ? ഞാനെന്തിനാണ് മോഹനേട്ടനെ കളിയാക്കുന്നത്? തലയ്ക്ക് സുഖമില്ലാത്തൊരു അമ്മാവനുണ്ടായി പോയത് എന്റെ മോഹനേട്ടന്റെ കുറ്റാണോ? ഇനി അങ്ങനെ പറയാറുന്ന കഴിയാ. എങ്ങനെ? അമ്മാവന് വട്ടാണെന്ന് പറയാതിരുന്ന ശരി കേട്ടോ, സമ്മതിച്ചു. അമ്മാവന് വട്ടില്ല എന്ന് മാത്രമല്ല, നല്ല സുബോധവും വിവരവുമുള്ള വേറെ ഒരാളും ഈ നാട്ടിലില്ല. അമ്മാവനെ പോലൊരു അമ്മാവൻ ഉണ്ടായതാണ് എന്റെയും മോഹനേട്ടന്റെയും ഭാഗ്യം. മതിയാ, കഴിക്ക് പെട്ടെന്ന്. അമ്മാവൻ ഇപ്പൊ വരും. എനിക്കിത് അവിടെ ഉണ്ട്. എന്റെ ഈശ്വരാ. ഒരു ഇഡ്ഡലിയും കൂടെ വേണോ? നീ കഴിച്ചോ. ചായ എടുത്തരാം. എന്നും ഇവിടെ വരുമ്പോ ഒരു ഫോണും. ഹലോ. അയ്യോ താമരക്ഷ, ഞാനേ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു നിന്നെ. ഇന്നലെ ഞാൻ സ്ഥലത്തില്ലായിരുന്നേ, അതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ ഞാൻ പോകുന്നുണ്ട്. ഒരു 10:30 ആകുമ്പോ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓ, നീ ധൈര്യമായിട്ടിരിക്കണേ താമരാക്ഷ. ഞാനല്ലേ ഏറ്റിരിക്കുന്നേ. ഉത്തമ ഒരു കാര്യം ഏറ്റതാണ്. ശരി 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 ശരി. ഇത് ബാഹുലേ അമ്മാവനല്ലേ? ഈ വേഷത്തിലാണോ നടക്കാൻ പോകുന്നത്? നമസ്കാരമുണ്ട് അമ്മാവാ. ബാഹുലേയൻ അമ്മാവനല്ലേ? ഞാൻ ബാഹുലേയനാണ്. എന്റെ മരുമക്കൾക്ക് അമ്മാവനുമാണ്.
പക്ഷേ നിങ്ങൾ എന്റെ മരുമകനല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അമ്മാവനും ആകുന്നില്ല. മോഹനയുടെ സാറിന്റെ അതേ ഡയലോഗ്. ഞാൻ ഉത്തമൻ, മോഹനയുടെ സാറിന്റെ ഒരു പരിചയക്കാരനാണ്. ഉത്തമൻ. മനസ്സിലായി മനസ്സിലായി. മോഹനകൃഷ്ണന്റെ സകല കാര്യങ്ങളിലും ഉത്തമൻ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് പിന്നെ മോഹനയുടെ സാർ വലിയ മഹാനാണല്ലോ. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണല്ലോ. മോഹനകൃഷ്ണന് എല്ലാ കാര്യത്തിലും ഉപദേശം നൽകിയിരുന്നത് ഞാനാണ്. സത്യം പറഞ്ഞാൽ എന്നെ മാതൃകയാക്കിയാണ് അവൻ ജീവിക്കുന്നത്. അത് അമ്മാവനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അമ്മാവ് എവിടെ പോയതായിരുന്നു? കല്യാണത്തിന് വല്ലതും പോയിട്ട് വരായിരുന്നു? കല്യാണത്തിനോ? അല്ല, ഈ വേഷം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഞങ്ങളവിടെയുള്ള ആൾക്കാരൊക്കെ കല്യാണത്തിന് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള വേഷങ്ങൾ ഇടുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. എവിടെ പോയാലും ഈ വേഷത്തിലായിരിക്കും. അങ്ങനെയല്ലേ വേണ്ടത്? പിന്നെ 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 അങ്ങനെ തന്നെ വേണം. പിന്നെ അമ്മാവനെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. അമ്മാവനെ പോലുള്ള വലിയ വലിയ ആളുകളെ കണ്ട് പരിചയപ്പെടാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മളെ പോലുള്ളവരുടെ ഭാഗ്യം. ഞാൻ 30 വർഷം ഒരു ബ്രിട്ടീഷ് കമ്പനിയിലായിരുന്നു. ബ്രിട്ടീഷുകാരെ പറ്റി എന്താ ഉത്തമന്റെ അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് പരിചയമില്ല. ഒരഭിപ്രായം പറയാൻ പരിചയം എന്തിനാ? കേട്ടറിവും വായിച്ചറിവും പോരെ. 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു എന്നറിയാവോ? അമ്പോ, 200 കൊല്ലം ഉണ്ടായിരുന്നല്ലേ ബ്രിട്ടീഷുകാര്? അയ്യാ, അതുപോലും അറിയില്ല. വെറുതെ ഒരു സ്കൂട്ടർ വാങ്ങി പെട്രോൾ അടിച്ച് തെക്ക് വടക്ക് നടക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ചരിത്രം പഠിക്കണം. ഉത്തമൻ, 2ാം ലോക മഹായുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അമ്മ ഇതൊക്കെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് സമയമില്ല. 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലോട്ട് പോകണം. അത് കഴിഞ്ഞ് 11 മണിക്ക് കൃഷി ഓഫീസിൽ. അതും കഴിഞ്ഞ് ദാമോദര സാറിന്റെ ഫ്രിഡ്ജ് നന്നാക്കാനുള്ള ആളെയും കൊണ്ട് കൃത്യം 12 മണിക്ക് സാറിന്റെ വീട്ടിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ 3ാം ലോക മഹായുദ്ധം ഉണ്ടാവും. പിന്നെ ഈ 2ാം ലോക മഹായുദ്ധത്തിന്റെ കഥ കേൾക്കാനേ ഞാൻ വീട്ടിലോട്ട് വരാം. അമ്മ എപ്പോ ഫ്രീ ആവും? അത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഉത്തമം വന്നു നോക്ക്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. മോഹനൻ സാറിന് പറ്റിയ അമ്മാവായി. അമ്മാവനും മരുമോനും കൂടി വക്കീലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. കഷ്ടം. ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? അല്ല, എങ്ങനെ പെട്ടെന്ന് കഴിക്കാതിരിക്കും? ഇന്നലെ മുതൽ പച്ചക്കറി മാത്രം കഴിക്കുന്നതല്ലേ. ദാ കുറച്ച് വെള്ളം കൂടെ കുടിക്കേ. എന്തായാലും അമ്മാവും വന്നു. ഒരാഴ്ച കഴിയാതെ ആള് പോകാനും പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ ഒരു വഴിയേ ഉള്ളു മോനട്ടാ. രാവിലെ അമ്മാവൻ നടക്കാൻ പോകുമ്പോ ഉത്തമൻ കഴിക്കാനുള്ളത് വാങ്ങിയിട്ട് വരും. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് അങ്ങ് ഉണ്ണുക. വൈകിട്ട് വരുമ്പോ വല്ലതും കഴിച്ചിട്ട് വരിക. ഒരാഴ്ച പുറത്ത് കഴിക്കുമ്പോ കാശ് എത്രയാലോ വന്ന്? ആ, എന്ത് ചെയ്യാൻ പറ്റും? തലയ്ക്ക് സുഖമില്ലാത്ത ഒരു അമ്മാവൻ. തലയ്ക്ക് വളരെയധികം സുഖമുള്ള ഒരു അമ്മാവൻ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ വീതി. ഇനിയിപ്പോ മോനേട്ടൻ സ്ഥിരം പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. എന്റെ ഈശ്വരാ, ആളെത്തി. വേഗം കൈമുഖം കഴിയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും ഒന്ന് വൃത്തിയാക്കട്ടെ. പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ആളുടെ സ്വഭാവം മാറും. ഇതൊക്കെ ഞാൻ ചെയ്താൽ മോനോട് നോക്കൂ. അമ്മ ഇത്ര പെട്ടെന്ന് വന്ന 1 മണിക്കൂർ നടക്കുന്നല്ലേ പറഞ്ഞത്? 1 മണിക്കൂർ നടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രദേശത്തെ വഴികളൊന്നും എനിക്ക് നിശ്ചയമില്ലല്ലോ. അതുകൊണ്ട് കുറച്ചു ദൂരം നടന്നിട്ട് ഞാൻ ഇങ്ങി പോന്നു. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. വഴികളൊക്കെ പഠിക്കണം. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഈ പ്രദേശത്തെ സകല വഴികളും എനിക്ക് കാണാപ്പാടമായിരിക്കും. ഉടനെ ഒന്നും പോകില്ല എന്നുള്ള കാര്യം ഉറപ്പായി. എന്താ ഈ അമ്മാവൻ ഉടനെ ഒന്നും തിരിച്ചു പോകുന്നില്ലല്ലോ. അത് നന്നായി, വളരെ നന്നായി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൽക്കട്ടയിൽ നിന്നും നാട്ടിൽ വന്നിട്ട് വർഷം 1 ആകാറായി. ഇതിനിടയിൽ കാര്യമായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ആദ്യമായി വന്നത് നിന്റെ അടുത്തേക്കാണ്. അപ്പോ അതൊന്ന് ആഘോഷിക്കാതെ പോകുന്നത് എങ്ങനെയാ? നീ എവിടെയായിരുന്നു? അടുക്കളയൊക്കെയായിരുന്നു. അടുക്കളയിലോ?
ഈ ഭക്ഷണത്തിന്റെ രീതികളെ പറ്റി അമ്മാവൻ പറഞ്ഞെന്നെങ്കിലും ഭാമയ്ക്ക് അത് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോ അവള് 3 നേരവും വലിച്ചു വാരി കഴിച്ച് ശീലിച്ചു പോയി. അപ്പൊ അമ്മാവൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്തെങ്കിലും കിട്ടിയാ വലിച്ചു വാരി തിന്നുകളയും. അങ്ങനെ ചെയ്യരുത്. ഇനിയെങ്കിലും നമ്മൾ ജീവിതത്തിൽ അമ്മാവൻ പറഞ്ഞ പോലുള്ള ഭക്ഷണം മതി എന്ന് ഞാൻ അടുക്കളയിൽ പോയി ഭാമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായി ഇല്ലേ? മനസ്സിലായില്ല? എനിക്ക് കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലായി. ഭക്ഷണം നിയന്ത്രിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് വ്യായാമവും. നീ ഇന്ന് രാവിലെ നടക്കാൻ വരാത്തത് കൊണ്ട് അതിന് പകരമുള്ള ചില വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അയ്യോ അത് വേണോ? വേണം. ശല്യക്കാരായ നാട്ടുകാർ നിന്നെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് നിനക്ക് നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു തരുന്ന വ്യായാമം 101 പ്രാവശ്യം ചെയ്താൽ നിനക്ക് വളരെ നല്ലതായിരിക്കും. ദാ, കൈ ഇങ്ങനെ നിവർത്തി പിടിക്കണം. എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ലേ? ശ്വാസം പിടിക്കണം. എന്നിട്ട് ദേ, അങ്ങനെ ഒരു 101 പ്രാവശ്യം. എന്താ 101 പ്രാവശ്യം എന്ന് പറയുമ്പോ അത്രയും വേണം. അതിൽ കുറച്ച് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. തുടങ്ങിക്കോ. ആമേ, വ്യായാമം ചെയ്യുമ്പോൾ എണ്ണം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എണ്ണി കൊടുക്കണം. ഒരു കാരണവശാലും എണ്ണം തെറ്റാൻ പാടില്ല. മനസ്സിലായല്ലോ? എന്നാ തുടങ്ങിക്കോ. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ദേ, നേരെ ഇനി ശ്വാസം പിടിക്കുക. നിവർന്ന് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ നേരെ താഴേക്ക്, ഇനി മേലേക്ക്. ആമേ, എണ്ണ മറക്കണ്ട. 101 പ്രാവശ്യം. എന്താ നോക്കിക്കണേ? സുബോധമുള്ള മഹാനായ അമ്മാവന്റെ ഉപദേശമല്ലേ? അനുസരിച്ചോളൂ, അനുസരിച്ചോളൂ. ഇപ്പോഴേലും മോനോട് മനസ്സിലായോ അമ്മാവന് വട്ടാന്ന്? ഞാൻ പറഞ്ഞത് എങ്ങനെ വട്ടാവും? വെറുതെ അമ്മാനെ കുറ്റം പറയണത്. പറയുന്നില്ല. സഹം നടക്കട്ടെ. എണ്ണില്ല. 1 തുടങ്ങിയോ? അത് വ്യായാമം ഇപ്പൊ തന്നെ ചെയ്യണമെന്നുണ്ടോ? ഞാൻ രാവിലെ പോയിട്ട് നടന്നല്ലേ പോകുന്നു. അയ്യോ, അത് ശരിയായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നാണല്ലോ അമ്മാവൻ പറഞ്ഞത്. അമ്മാവാ മോഹനയുടെ അയ്യോ, ഞാൻ എണ്ണില്ല. ഒന്നൂടെ. 1 2 3 4 5. നമസ്കാരം. നമസ്കാരം. എന്താ മോഹനേശ്വർ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു ആപ്പീസുകാരിയാ. ആപ്പീസ് കാര്യം എന്ന് വെച്ചാല് എന്റെ വസ്തുവിന്റെ പോക്കുവരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാ. സാറിനെ നേരിട്ട് കാണാൻ വന്നതാ. വസ്തുവിന്റെ പോക്കുവരവ് നടത്തുന്നത് വില്ലേജ് ഓഫീസിലല്ലേ, അല്ലാതെ വില്ലേജ് ഓഫീസറുടെ വീട്ടിലല്ലല്ലോ. ഇത് വില്ലേജ് ഓഫീസറുടെ വീടാണ്. അല്ല ചേട്ടാ, ഞാൻ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. മാന്യമായും സത്യസന്ധമായും ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിൽ പോയി അവരെ സ്വാധീനിക്കാനും അവർക്ക് കൈക്കൂലി കൊടുക്കാനും നോക്കുന്ന നിന്നെയൊക്കെ പിടിച്ച് നാട് കടത്തുകയാ വേണ്ടത്. ആപ്പീസ് കാര്യങ്ങൾ ആപ്പീസിൽ വെച്ച് മാത്രമേ നടത്താൻ പറ്റൂ. പക്ഷേ നിന്നെ പോലെ ഉള്ളവർ വളഞ്ഞ വഴി പ്രയോഗിക്കുന്നത് കൊണ്ട് മോഹനകൃഷ്ണന് രാവിലെ നടക്കാൻ പോകാൻ പോലും പറ്റുന്നില്ല. അറിയാവോ, ഇന്ന് രാവിലെ എന്റെ മരുമകൾ സത്യഭാമ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, നിന്നെ പോലുള്ളവരെ കൊണ്ടുള്ള ശല്യം. മോഹനകൃഷ്ണൻ എവിടെ പോയാലും നീയൊക്കെ ചുറ്റും കൂടി ഓരോ കാര്യത്തിനും ശുപാർശയും അപേക്ഷയുമായി ഉപദ്രവിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. അല്ല ചേട്ടാ, ഞാൻ എന്താ നിന്റെ പേര്? പ്രകാശൻ. പ്രകാശനെ ഞാൻ ആരാണെന്ന് അറിയാവോ? ഇല്ല. ഞാൻ ബാഹുലേയൻ, മോഹനകൃഷ്ണന്റെ അമ്മാവനാണ്. 30 കൊല്ലം ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നയാളാണ് ഞാൻ. മോഹനകൃഷ്ണന്റെ ജീവിതത്തിൽ സത്യസന്ധതയും കൃത്യനിഷ്ഠയും പഠിപ്പിച്ചു കൊടുത്ത ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ വീട്ടിൽ കയറി വന്ന് അവന് കൈക്കൂലി കൊടുക്കാൻ നോക്കിയാൽ വിടില്ല ഞാൻ. മേലിൽ ഇത്തരം കാര്യങ്ങളുമായി ഈ വീടിന്റെ പഠിച്ച വെട്ടിയാൽ നീയൊക്കെ വിവരം അറിയും. ആപ്പീസുകാരി ആപ്പീസി മാത്രം. മനസ്സിലായോ? സ്ഥലമിടാ നോക്കടാ. നീ
ഉണ്ടായിരുന്നോ? കൈക്കൂലി കൊടുക്കാൻ വന്നതാ, ഞാൻ സമ്മതിക്കൂ. ഇത്തരക്കാരെ പറ്റി നീ രാവിലെ പറഞ്ഞത് വളരെ നന്നായി. അതുകൊണ്ട് അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ഇനി ഇത്തരം പരിപാടിയുമായി ഏതെങ്കിലും ഒരുത്തം വന്നാൽ അവൻ വിവരം അറിയും. ആ ബാഹുലേനോടാ കളി. ആ. 81, 82, 84, 88, 90, 91, 97, 98. ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്താ? മോഹനേട്ടനെ കാണാൻ ഒരാൾ വന്നു. ആര്? അതാരായാലും എന്താ, ആ പാവം മനുഷ്യൻ കേൾക്കാനുള്ളത് മുഴുവനും കേട്ടെന്റെ മോനേട്ടാ. മോഹനേട്ടനെ കൈക്കൂലി തരാൻ വന്ന ആളാണെന്ന് പറഞ്ഞ് അമ്മാവൻ അയാളെ വിരട്ടി ഓടിച്ചു. ഞാൻ രാവിലെ ഒന്ന് പറഞ്ഞു പോലോ, മോഹനേട്ടൻ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വഴിയിൽ ആളുകൾ ശുപാർശയും കൈക്കൂലിക്കായിട്ട് വരുമെന്ന്. ആരായിരിക്കും വന്നത്? അയാളുടെ പേര് പറഞ്ഞിരുന്നു. ആ, പ്രകാശൻ. ഈശ്വര, പ്രകാശ്. മോഹനേട്ടൻ ആളറിയോ? അത് തഹസിൽദാരുടെ ഒരു ബന്ധുവാ. അയാളുടെ ഒരു അപേക്ഷ വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തഹസിൽദാരോട് പറഞ്ഞായിരുന്നു. പക്ഷേ പ്രകാശൻ ഇന്ന് രാവിലെ അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് തഹസിൽദാർ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രകാശനോട് ഇങ്ങോട്ട് വരാനായിട്ട്. അമ്മാവൻ എന്തൊക്കെയാ പ്രകാശനോട് പറഞ്ഞത്? വീട്ടിൽ കയറി വരുന്ന ഒരാളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അമ്മാവൻ പറഞ്ഞത്. അയാളൊന്നും മിണ്ടാൻ പോലും സമ്മതിച്ചില്ല. ഇനി ഞാൻ തഹസിൽദാരോട് എന്ത് പറയും? ആരായിരിക്കും? എടുത്തോക്ക്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണ. നമസ്കാരം സാർ. ഞാൻ സാറിന് അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഞാന് പ്രകാശം വന്നപ്പോ അകത്ത മുറിയില് ഒരു പ്രത്യേക തരത്തിൽ ജോലി ചെയ്യായിരുന്നു. അതെ അതെ, എന്റെ അമ്മാവൻ വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ അമ്മാവനാ പ്രകാശനോട് സംസാരിച്ചത്. അല്ല സാർ, അതിനെ അമ്മാവന്റെ തലയ്ക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്. ഒരു ബ്രിട്ടീഷ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ച് അമ്മാവന് കൈക്കൂലി എടുക്കാൻ നോക്കിയ ഒരാളെ അമ്മാവൻ തല്ലിയതിന്റെ പേരില് അമ്മാവന് ജോലി പോയി. അതെ, പിന്നെ ആര് വീട്ടിൽ വന്നാലും കൈക്കൂലി എടുക്കാൻ വന്നാണെന്ന് കരുതി അവരെ ചീത്ത വിളിക്കും. സാറ് ക്ഷമിക്കണം. ശരി സാർ, ആരുടെയെങ്കിലും കയ്യിൽ വില്ലേജ് ഓഫീസിലേക്ക് കൊടുത്തിട്ടാലും മതി. ഞാൻ രാവിലെ മുതലേ പറഞ്ഞോണ്ടിരിക്കുന്ന ഇതല്ലായിരുന്നു മോനേട്ടാ. അമ്മാവന്റെ തലയ്ക്ക് സുഖമില്ലാന്ന് ഞാനത് പറഞ്ഞപ്പോ മോഹനേട്ടനോട് ചൂടായി. ഒടുവിൽ മോഹനേട്ടൻ അത് തന്നെ തഹസിൽദാരോട് പറഞ്ഞു. അത് ഞാൻ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ? അതായിരിക്കും. പക്ഷേ അതിൽ കുറച്ച് സത്യങ്ങളുണ്ട് എന്റെ മോഹനേട്ടാ. മോഹനേട്ടാ, ഇങ്ങനെ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കണമെന്ന് പറയുന്നതും രാവിലെയും വൈകിട്ടും 2.5 കിലോമീറ്റർ വീതം നടക്കുന്ന മോഹനേട്ടനെ കൊണ്ട് വേറെ വ്യായാമം ചെയ്യിക്കുന്നതും വട്ടല്ലാതെ പിന്നെ എന്താണ് മോഹനേട്ടാ? അമ്മാവനാണെന്ന് കരുതി അമ്മാവൻ പറയുന്നല്ല കണ്ണും പൂട്ടി അനുസരിക്കുന്നതിന്റെ കുഴപ്പമാണിതല്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയണം മോഹനേട്ടാ. സത്യത്തെ 78 ആയതേ ഉള്ളൂ. ഒന്ന് നിർത്ത്. ബാഹുലേയൻ അമ്മാവന്റെ ചിട്ടകൾ കുറച്ച് കട്ടിയാണെന്നും അമ്മാവന്റെ തലയ്ക്ക് സുഖമില്ലെന്നും വില്ലേജ് ഓഫീസർ സമ്മതിച്ച നിലയ്ക്ക് ഇനി തർക്കത്തിന് സ്ഥാനമില്ല. സഹിക്കാനാവാത്ത ചിട്ടകൾ നിരത്തുന്ന ഈ മനുഷ്യനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നത് മാത്രമാണ് ഇനി ആലോചിക്കേണ്ടത്. ആ ആലോചനകളുടെ കഥകളുമായി കാര്യനിസാരം തുടരുന്നു.